മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രോഫിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ധാരാളം റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന പ്രോഫിറ്റബിലിറ്റി ഇല്ല. അതുപോലെ ഈ ബിസിനസ് രംഗങ്ങളിൽ പൊതുവെ ഈ ഔട്ട്ലെറ്റുകളിലും അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിലും അല്ലെങ്കിൽ അതിൻ്റെ ഓവർഹെഡ്സൊക്കെ വളരെയധികം 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക, 3-4 ഇരട്ടിയായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ലെവല് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു വലിയ ബിസിനസ് എന്നുള്ള നിലയ്ക്ക് ഫാർമസി രംഗം അത്ര ശുഭാത്മകമായിട്ടുള്ള ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ വോളിയം അനുസരിച്ചാണ്, അത് എത്രത്തോളം ബിസിനസ്സുകൾക്ക് വരുന്നോ അതിനനുസരിച്ചാണ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്, അത്രമാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. വിലയിൽ എന്തെങ്കിലും കുറവുണ്ടോ ഇതിനകത്ത്? ഇല്ലില്ല. അത് ഇവിടുത്തെ ഗവൺമെന്റ് ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെഡിസിൻസ് മുഴുവൻ ഗവൺമെന്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പറഞ്ഞാൽ ഹെൽത്ത് മിനിസ്ട്രിയാൽ നിയന്ത്രിക്കപ്പെടുന്ന വിലകളാണ്. അവർ തരുന്ന വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ മെഡിസിൻ തരുമ്പോൾ അതുകൊണ്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അതിലൊരു നുണ പറയണ്ട, അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേകമായിട്ടുള്ളൊരു വാചാലതയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചിട്ട് പറയാം. എല്ലായിടത്തും യൂണിഫോമാണ്. അപ്പാർട്ട് ഫ്രം യുവർ ബിസിനസ് മാറ്റി നിർത്തിയാൽ താങ്കളുടെ പ്രവർത്തന മേഖലകൾ, മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഒരു തൽപരനാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സംഘടനകൾ ഭാഗമാക്കുക എന്നെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ വർക്ക് മേഖല ഫുജറയിൽ തുടങ്ങിയപ്പോൾ ഫുജേറിലൊരു ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഒത്തുകൂടാൻ, സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു കേന്ദ്രമില്ല എന്ന് മനസ്സിലാക്കി അവിടെ അത്തരത്തിലൊരു കൂട്ടായ്മ വേണമെന്ന് തോന്നി. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ വളരെ 10-15 വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ ശ്രമിച്ചിട്ട് അത്തരത്തിലുള്ളൊരു പെർമിഷൻ സാധ്യമില്ലായിരുന്നു. ആ അവസരത്തിലാണ് ഒരു ഭാഗ്യം നമ്മളെ കടാക്ഷിച്ച പോലെ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു അവസരത്തിൽ അവിടുത്തെ അഭിവന്ദ്യനായ റൂളർ ഷെയ്ഖ് ഹമദ് ബിൻ ഷാർക്കി അദ്ദേഹവുമായി പരിചയപ്പെടുന്നത്. അതിന്റെ പിന്നിലും ഒരു രസകരമായ കഥയുണ്ടല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫുജറ ഹോസ്പിറ്റലിലെ അനസ്തേഷ്യയുടെ ഹെഡും അവിടുത്തെ ഇന്റൻസീവ് കെയറിന്റെ ഹെഡുമായിരുന്നു ഞാൻ. ആ അവസരത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ 4 മണിക്ക് എനിക്ക് ഒരു കോൾ വരുന്നു. ഇങ്ങനെ റൂളറുടെ പത്നിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഡെലിവറി നടക്കാൻ പോവുകയാണ്, ഉടനെ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ബഹുമാന്യനായ റൂളർ അവിടെ ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹവുമായിട്ട് ആദ്യം ചെന്ന് ഞാൻ വണങ്ങി പരിചയപ്പെട്ടു. അതിനുശേഷം ഡെലിവറി റൂമിൽ പോയി. അത് ഞങ്ങൾ അനസ്തെറ്റിസ്റ്റാണ് സാധാരണഗതിയിൽ. റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ആളുകൾ. അങ്ങനെ ആദ്യത്തെ മകനായി ഇന്നത്തെ ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഷാർക്കി അദ്ദേഹത്തിൻ്റെ ജനനം അവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്. ആ സന്തോഷ വാർത്ത അറിയിക്കുന്നതോടുകൂടി ഞാൻ റൂളറോട് ഒരു അഭ്യർത്ഥന കൂടി നടത്തി. ഞങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇവിടെ ഞങ്ങൾക്കൊരു പൊതു സ്ഥലമില്ല, അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഉണ്ടാക്കാനുള്ള ഒരു സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം, ഞാനൊരാൾക്കൊരു റെഫറൻസ് തരാം. ഗഫൂർ ബഹ്റൂസിയാൻ എന്ന് പറഞ്ഞ അന്നത്തെ അവിടുത്തെ ട്രേഡ് സെൻറ്ററിൻ്റെ മുദീറായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്രണേജിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതാണ് ആ ശുഭ മുഹൂർത്തമാണ് ഫുജറയിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ ഉത്ഭവം. അതിനുശേഷം താങ്കൾ ഫുജറയിൽ നിന്ന് ദുബൈയിലേക്ക് വന്നു. ഇപ്പോൾ മറ്റെന്തെങ്കിലും ക്ലബ്ബുകളിൽ? ദുബായിലെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യമായി ഞങ്ങൾ അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞാൽ AKMC
എന്ന സംഘടനയുടെ സ്ഥാപക പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഞാൻ. ഞങ്ങൾ ഡോക്ടർ സാദ് മൂപ്പൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ കൂടിയിട്ടാണ് ആ സംഘടന സ്ഥാപിച്ചത്. അതിനുശേഷമുള്ള അതിൻ്റെ ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഒരു സജീവ പ്രവർത്തനായി അതിൻ്റെ ഒരു ആളായി ഞാൻ അവരുടെ കൂടെയുണ്ട്. അതിൻ്റെ 4 കൊല്ലക്കാലം അസോസിയേഷൻ കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഞാൻ. അതുകൂടാതെ അതിൻ്റെ ഈ നിമിഷം വരെ എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം സഹകരിച്ച് അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേതൊക്കെ സംഘടനകളിലാണ് ഡോക്ടർ ഇന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്? ഇവിടെ പല സംഘടനകളിലും ഞാൻ എൻ്റേതായുള്ള സാന്നിധ്യം ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഇവിടെ ഒരു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ മുസ്ലിംസ് എന്നൊരു സംഘടനയുണ്ട്. അതിൻ്റെ ചെയർമാനാണ് ഞാൻ. അതുപോലെ ഇവിടുത്തെ അൽമനാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ അതിലും ഞാൻ സജീവമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലും നേതൃനിരകളിലുമുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരങ്ങളിലുമുള്ള കഴിഞ്ഞ 3 സമയങ്ങളിലായി ദുബായ് ഇന്റർനാഷണൽ പീസ് കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. ഇത് അടുത്ത ഏപ്രിൽ 17, 18, 19 തീയതികളിൽ വീണ്ടും നടത്താൻ പോവുകയാണ്. അത് ടോട്ടലി ഇപ്പോൾ 2 സമയങ്ങളിലായി ഗവൺമെൻറ് ഓഫ് ദുബായ് ആണ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ പേട്രണേജിലാണ് നടത്തുന്നത്. അതിൻ്റെ ഒരു സജീവ സാന്നിധ്യം ഞങ്ങളുടെ ഈ അൽമനാർ ഖുർആൻ സ്റ്റഡി സെൻറ്റർ എന്ന സ്ഥാപനവുമായിട്ട് യോജിച്ചാണ് നടക്കുന്നത്. അതിൻ്റെ ചെയർമാനാണ് ഞാൻ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പ്രവർത്തനങ്ങളിലും എൻ്റെ എളിയ സേവനം ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ മറ്റുള്ള തലങ്ങളിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലും എൻ്റെ വ്യക്തിപരമായി എനിക്ക് കഴിയാവുന്ന എല്ലാ സപ്പോർട്ടുകളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു കേരളീയൻ എന്ന നിലയിൽ നമ്മുടെ നാടിന് ഏതൊക്കെ രീതിയിലാണ് ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നത്? കേരളീയൻ എന്ന നിലയിൽ ഞാൻ ആദ്യമായി ഞാൻ ഈ ബിസിനസ് രംഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയൊരു കാര്യം, അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണയിലെ ഞങ്ങൾ 6 ആൾ കൂടിയിട്ടുള്ള ഹോസ്പിറ്റലാണ്. ഇന്നിപ്പോൾ നോർത്ത് കേരളയിലെ ഒരു നമ്പർ 1 ഹോസ്പിറ്റൽ, ഒരു 750 ബെഡഡ് ഹോസ്പിറ്റലായി പ്രവർത്തിക്കുന്ന അൽഷിഫയിലെ ഒരു ഡയറക്ടറാണ് ഞാൻ. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഹോസ്പിറ്റൽ എൻ്റെ പ്രൊഫഷനിൽപ്പെട്ട എൻ്റെ ഫീൽഡിൽപ്പെട്ട ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് പെരിന്തൽമണ്ണയിലെ എൻ്റെ ചില സുഹൃത്തുക്കളുമായി യോജിച്ചിട്ടാണ് ഇപ്പോൾ വളരെ ഭംഗിയായി വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ എനിക്ക് അവിടെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള ചികിത്സാ രീതികളും ആധുനിക ചികിത്സാ രീതികളെല്ലാം തന്നെ അവിടെ ലഭ്യമാണ്. എല്ലാ തരത്തിലും, പ്രത്യേകിച്ച് ഓർത്തോയിൽ കേരളത്തിലെ നോർത്ത് ഇന്ത്യൻ കേരളയിലെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഒരു ഡോക്ടർ മോഹൻകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ തന്നെ വളരെ പോപ്പുലറായിട്ടുള്ളതാണ്. നാട്ടിൽ എവിടെയാണ് സ്വദേശം? എൻ്റെ സ്വദേശം നാട്ടികയാണ്. നാട്ടിക എൻ്റെ ഉമ്മയും വാപ്പയും തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക. ഞങ്ങൾ 7 സഹോദരന്മാരാണ്. ഞാൻ 6ാമത്തെ സഹോദരനാണ്. എൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ ഇപ്പോൾ യൂസഫ് അലിയുടെ ഫാദറായ അബ്ദുൽ ഖാദർ സാഹിബായിരുന്നു. വേറെ ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്ന 4 സഹോദരന്മാരുണ്ട്. അതിൽ ഈ MK ഗ്രൂപ്പിൻ്റെ ചെയർമാനായ MK അബ്ദുല്ല സാഹിബ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം എൻ്റെ 4ാമത്തെ സഹോദരനാണ്. എനിക്ക് ഭാര്യയും 4 പെൺമക്കളുമുണ്ട്. ആ 4 പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരുമെല്ലാം നല്ല രീതിയിൽ ഇവിടെ ദുബായിൽ തന്നെ ഉണ്ട്. അതിൽ 2ാമത്തെ ആൾ ഡോക്ടറാണ്. മൂത്ത മകൾ ഷിൻസി, അവളുടെ ഭർത്താവ് അംജദ് സാലി എഞ്ചിനീയറാണ്. 2ാമത്തെ മകൾ ഷിബ്സി, അവളുടെ ഭർത്താവ് ഡോക്ടറാണ്, ഡോക്ടർ സായിദ്, ഇപ്പോൾ ഇവിടെ റാഷിദ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. 3ാമത്തെ മകൾ ഷഹനാസ്, അവരുടെ ഭർത്താവ് ഷെഫിൻ, ബാങ്കിലെ ഒരു ഓഫീസറാണ്. 4ാമത്തെ മകൾ ഷെഫീനാസ്, അവരുടെ ഭർത്താവ് മുഹമ്മദ് ഗസൽ, അത് UK-യിൽ നിന്ന് MBA ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ
ഒരു ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരക്കുട്ടികൾ എനിക്ക് മൂത്ത മകൾക്ക് 2 ആൺകുട്ടികളും രണ്ടാമത്തെ മകൾക്ക് 2 പെൺകുട്ടികളും മൂന്നാമത്തെ മകൾക്ക് 1 പെൺകുട്ടിയും ഉണ്ട്. ഭാര്യ ഷെരീഫ, അവരൊരു കുടുംബിനിയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങളിലെയും വളരെ നിശബ്ദ സപ്പോർട്ടറാണ്. എല്ലാ കാര്യങ്ങൾക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയാണ്. കുടുംബജീവിതം ഈശ്വരാനുഗ്രഹത്താൽ ഇന്ന് വരെ വളരെ സന്തോഷവും സമാധാനവുമായ ഒരു ജീവിതമാണ്. കേരളത്തിന്റെ പ്രശസ്തി അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയധികം ഉയർത്താൻ വളരെ വലിയൊരു പങ്കാണ് ലുലു ഗ്രൂപ്പ് വഹിച്ചിരിക്കുന്നത്. ആ ലുലു ഗ്രൂപ്പിനെ നമ്മുടെ കേരളത്തിന്, നമ്മുടെ ലോകത്തിന് തന്നെ സംഭാവന ചെയ്ത MK കുടുംബത്തിൽ നിന്ന് ഒരു മെമ്പർ എന്ന നിലയിൽ ഇത്രയും നേരം താങ്കൾ ഞങ്ങളോട് ചെലവഴിച്ച്, വളരെയധികം തിരക്കുകളുള്ള ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് താങ്കളുടെ പ്രൊഫഷണൽ ജീവിതവും താങ്കളുടെ വ്യക്തിപരമായ ജീവിതവും ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച്.